ദൈവത്തിൻ്റെ മഹത്വം. 1 തിമോഥെയോസ് 6 അധ്യായം 15-16 വാക്യങ്ങൾ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അത്യന്തം മഹിമയുള്ള ഒരു വെളിപ്പാടിനെ അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യത്തിൽ വരച്ചു കാട്ടുന്നു. സകലതിന്മേലും പരമാധികാരമുള്ളതുകൊണ്ടാണ് ദൈവത്തെ ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ അധികാരങ്ങൾ മാറി മറിയാറുണ്ട്, എന്നാൽ ദൈവിക അധികാരം ഒരിക്കലും അവസാനിക്കുന്നില്ല. താൻ സർവ്വസൃഷ്ടിയുടെയും രാജാവാണ്. അതിനാലാണ് നമ്മുടെ ദൈവത്തെ രാജാധിരാജാവും കർത്താധി കർത്താവുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരെല്ലാവരും മരണം വഴിയായി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ ദൈവം അമർത്യനാണ്, അതായത് മരണമില്ലാത്തവനാണ്. നിത്യജീവൻ്റെ ഉറവിടവും ആരംഭവും അവസാനവുമില്ലാത്തവനാണ് ദൈവം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്നത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നു. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ ജഡമയരായ മനുഷ്യർക്ക് കാണുവാൻ കഴിയില്ല. ആ ദൈവം തക്ക സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരുത്തും. ദൈവത്തിൻ്റെ സമയക്രമം പൂർണ്ണമാണ്. ദൈവത്തിന് ഒരിക്കലും പിഴച്ചു പോകുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വം മനുഷ്യദൃഷ്ടിയിൽ തിരിച്ചറിയുന്നതിനും അപ്പുറമാണ്.